അങ്ങനെ എല്ലാവരും ആവേശത്തിലാണ്. ആരാധകരൊക്കെ നെഞ്ചിടിപ്പോടെ കാത്തിരിക്കുകയാണ്. ആര് കപ്പടിക്കുമെന്ന് കാണാനായി. ആര് വാഴും ആര് വീഴും എന്ന് നാളെ പുലർച്ചെ അറിയാൻ കഴിയും. അതിനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇപ്പോൾ കോഴിക്കോട് നിന്ന് അരുൺ പി ജെയും മനുവും കൂടി ചേരുന്നുണ്ട്. അരുൺ, മനു, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് കോഴിക്കോട് ബീച്ചിലെ വിശേഷങ്ങൾ? കോഴിക്കോട് ബീച്ച് രാവിലെ അടിപൊളിയല്ലേ? ഇതാ ഇവിടെ ഇങ്ങനെ ഫുട്ബോൾ ഗംഭീരമായിട്ട് നടക്കുന്നു. രാവിലെ അടിപൊളി കളിയാണ്. അപ്പോൾ നാളെ അല്ല, ഇന്ന് അർദ്ധരാത്രി ഫൈനലാണല്ലോ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇവിടെ അതിലും ഗംഭീര കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ആവേശമാണ്. ഞാനിങ്ങനെ മലബാറിലൂടെ മുഴുവൻ സഞ്ചരിക്കുമ്പോൾ എല്ലായിടത്തും ഫുട്ബോളിനെ കുറിച്ചാണ് പറയാനുള്ളത്. നേരത്തെ നമ്മൾ കണ്ടല്ലോ, ഇന്നലെ മലപ്പുറത്ത് നിന്ന് കണ്ടത് എന്താണെന്ന് അല്പസമയം മുമ്പ് സുബൈറിൻ്റെ വാക്കുകളിലൂടെ കണ്ടില്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് എല്ലായിടത്തും അർജന്റീന സ്പെയിനും ഉണ്ട് കേട്ടോ കുറച്ച് ആരാധകർ. പിന്നെ നമ്മുടെ പഴയ തോറ്റുപോയ ബ്രസീലുകാരൊക്കെ ഇപ്പോൾ സ്പെയിൻ ആയിട്ടുണ്ടെന്നാണ് ഇവിടെ പറച്ചിൽ. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതാ അർജന്റീനയുടെ കട്ട്, ആ സ്പെയിൻ ഫാനിൽ മനുവും പെടും. അതായത് അർജന്റീനയുടെ കട്ട ആരാധകൻ എന്താ നമ്മുടെ അരുണുണ്ട്. അരുൺ എന്താ മെസ്സിയുടെ അവതാര ഉദ്ദേശം കഴിഞ്ഞ പ്രാവശ്യം പൂർത്തിയായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഇത് എന്തൊക്കെ വന്നിരുന്നാലും ഇന്ന് തോറ്റാലും ജയിച്ചാലും തോൽക്കുന്ന വിഷയമേ ഇല്ല. എന്നാലും എങ്ങനെയായിരുന്നാലും അർജന്റീന തന്നെ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞ പോലെ അന്ന് മിശിഹായുടെ അവതാര ഉദ്ദേശം പൂർത്തിയായതാണ്. യാതൊരു ഭാരങ്ങളും ഇല്ലാതെയാണ് മെസ്സി ഇത്തവണ കളിച്ചത്. അപ്പോൾ അതുകൊണ്ട് വളരെ ടെൻഷൻ ഫ്രീ ഒരു കളിയായിരിക്കും. സ്പെയിനിൻ്റെ പ്രായക്കുറവ് അതൊരു അവർക്കൊരു പ്ലസ് പോയിന്റ് ആണെങ്കിലും മെസ്സിയുടെ പരിചയ സമ്പത്ത് അതിന്ന് വലിയൊരു മുതൽക്കൂട്ടാവും. കാരണം കോഴിക്കോടിൻ്റെ ഒരു മനസ്സെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കോഴിക്കോടിൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. കോഴിക്കോട് വന്നപ്പോഴാണ് യഥാർത്ഥ ഫുട്ബോളിൻ്റെ ആ ഒരു ആവേശം എനിക്കത് പ്രത്യേകിച്ച് മനസ്സിലായത്. മനു അറിയാം, മനു വർഷങ്ങളായിട്ട് ഇവിടെ നമ്മളിതിലെ വർഷങ്ങളായിട്ട് ഫുട്ബോളിൻ്റെ കാലത്ത് ഇങ്ങനെ ഇതിലൂടെ നടക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഗംഭീരമായിട്ട് മത്സരം പുരോഗമിക്കുകയാണ്. കളി പുറത്ത് നടക്കുമ്പോൾ ഗ്യാലറിയിൽ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അവരോട് ചോദിക്കാം ഇന്ന് ഈ വൈകുന്നേരം ഫൈനൽ കിടക്കുമ്പോൾ ഇവരുടെയൊക്കെ ഒരു പ്രതീക്ഷകൾ എങ്ങനെയാണെന്ന്. ചേട്ടാ ഇന്ന് ഇതെന്താ നാണെന്താണ്? അപ്പൊ എങ്ങനെയാണ് വൈകുന്നേരത്തെ ഫൈനലിനെ കാണുന്നത്? ഫൈനലിൽ അർജന്റീന തീർച്ചയായിട്ടും കപ്പടിക്കും. അടിക്കും, തീർച്ചയായിട്ടും അടിക്കും. എത്ര മോശക്കാരാണോ? സ്പെയിൻ മോശക്കാരല്ല. അത് അർജന്റീന ഒന്നുമല്ല. 39 കാരന്റെ വിളയാട്ടാണ് ഇതുവരെ വേൾഡ് കപ്പിൽ കണ്ടത്. വിളയാട്ടം ചെറുപ്പക്കാരുണ്ടല്ലോ 19 വയസ്സായി ലാമിൻ ഓനടിക്കും. ഇന്ന് മെസ്സി ഗോൾ അടിക്കോ? തീർച്ചയായിട്ടും മെസ്സിനെ ഗോൾ അടിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കും. രണ്ട് അസിസ്റ്റ്, അടിപൊളി അസിസ്റ്റാണ് മെസ്സി ചെയ്തത്. മെസ്സിനെ മാന്യമം ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അർജന്റീന ജയിക്കും. സംശയമൊന്നുമില്ല, ഒരു സംശയമില്ല. തുടർച്ചയായിട്ട് രണ്ടാം കപ്പാണ്. സ്പെയിൻ മോശക്കാരായിട്ടല്ല പറയുന്നത്. സ്പെയിൻ യമാലും ഇതുപോലെ തന്നെ മെസ്സിയുടെ തന്നെ ശൈലിയൊക്കെ കളിക്കാറുണ്ട്. യമാലിനെ ഒക്കെ തെറ്റി വളർത്തിയ ആളാണ് മെസ്സി. തൊട്ടിലിട്ട് ആട്ടിയ ആളാണ് മെസ്സി. ആ മെസ്സിന്റെ കൂടാണ് കളിക്കുന്നത്. ഫുട്ബോളിൽ അതില്ല. ഫുട്ബോളിൽ കളി മെയിൻ ഘടകം. അത് മെസ്സി ഒരു പ്ലെയർ തന്നെയാണ്. ഈ വേൾഡ് കപ്പിൽ ഇന്ത്യയിലെ ഒരു പ്ലെയർ തന്നെയാണ് ഇപ്പോഴും. ഇന്നലെ എംബാപ്പ 2 ഗോൾ അടിച്ചിട്ടുണ്ട്, മെസ്സിന് മുന്നിൽ കയറിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് മറുപടി ഉണ്ടാവും. ഏറ്റവും 3ാം സ്ഥാനക്കാരെ കളിയല്ലേ ഗോൾ അടിച്ചത്, മഴ പെയ്തത്. അതില് അതൊരു പ്രാധാന്യമില്ലാത്ത കളിയാണ് കളിക്കുന്നത്. 4 ഗോള് പശ്ചാത്തലത്തിൽ തന്നെ അയക്കണേ. അതോടെ മതി അയക്കണേ. എംബാപ്പനെ കൊണ്ട് അടുപ്പിച്ചാണ് 2 അതിനെ കൊണ്ടൊന്നും നമുക്ക് പ്രശ്നമില്ല. നമുക്ക് ട്രോഫി അടിക്കണം. കപ്പ് കിട്ടിയാൽ മതി. അർജന്റീന അടിക്കുക തന്നെ വേണം. അടിക്കും അർജന്റീന, ഉറപ്പായിട്ടും അടിക്കും. മെസ്സി അടിക്കും ഗോള്. വേൾഡ് കപ്പ് തൂക്കുമ്പോൾ സ്പെയിന് മോശക്കാരൊന്നല്ല, എന്നാലും ഓല് ജയിക്കുന്നതാണ് എന്റെ സംശയം. പക്ഷെ നമ്മൾ എന്തായാലും ഒരു ഗോൾ അടിച്ചിട്ടേ അവിടെ ആദ്യം ഗോൾ വീണ് കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി പ്രശ്നമല്ലേ? പിന്നെ അർജന്റീന അങ്ങോട്ട് കയറി മേഞ്ഞു കളയും. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ? ഫസ്റ്റ് ഇവര് ഗോൾ അടിക്കും, പിന്നെ നമ്മളങ്ങോട്ട് അടിയോടടി പിന്നെ നമ്മള് ഗോള് പിന്നെ നിർത്തുന്നില്ല. ഇവര് 2 ഗോൾ അടിച്ചാൽ നമ്മള് 3 4 അടിക്കും. ഇല്ലെങ്കിൽ മെസ്സി ഒന്നടിച്ച് നമ്മൾ 2 തിരിച്ചടിക്കും. തിരിച്ചടിച്ചിട്ട് നമ്മള് മെസ്സി ഗ്രൗണ്ടിൽ ഇറങ്ങും. കോഴിക്കോടിന്റെ ആ ഒരു ഫുട്ബോളിന്റെ മനസ്സാണ്. കൊച്ചു കുട്ടികൾ വരെ ഈ കളിയെ കൃത്യമായി വിശകലനം ചെയ്തിട്ടാണ് അവതരിപ്പിക്കുന്നത്. എന്താണ് ഫൈനലിനെ കുറിച്ച് പ്രതീക്ഷ? അർജന്റീന കൊണ്ടുപോകും. ഉറപ്പെന്താ? മെസ്സിയാണ് ഉറപ്പ്. അതെ, അതിൽ മാറ്റമൊന്നുമില്ല. പക്ഷെ സ്പെയിൻ നമുക്ക് അങ്ങനെ എഴുതള്ളാൻ പറ്റുമോ? ഉണ്ടാ, പക്ഷെ അവര് നമ്മളെ കൊണ്ടുപോകുള്ളൂ. നമ്മളെ കൊണ്ടുപോകും. മോശക്കാരല്ല, എന്നാലും നമ്മളെ കൊണ്ടുപോകും. ഇന്നലെ എംബാപ്പ 2 ഗോളുകൾ അടിച്ച് മെസ്സിനെ ഗോളുകളുടെ എണ്ണത്തിൽ മുന്നിൽ കയറിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് മെസ്സി തിരിച്ചെടുത്ത് കയറുമോ?
തിരിച്ചു കയറും ഉറപ്പിന്നെ, ബാക്കി കൂടി കൊടുക്കും. കൊടുക്കും. ആ സ്വർണ്ണ മറ്റേ ബൂട്ട് കൊണ്ടുപോകും മിക്കവാറും അതിന്റെ എങ്ങനെയാ ഫൈനലിനെ കാണുന്നത്? സ്പെയിന് അമ്പോ ഈ ധൈര്യം ചാറ്റ് ശോഭരാജ് പോലും കണ്ടിട്ടില്ല. ഇത്ര ആൾക്കാരുടെ ഇടയിൽ വന്നിട്ട് സ്പെയിൻ എന്ന് പറയുന്നത് അതെന്താ? പഴയ ബ്രസീലുകാരനാണ്. ഫിഫയും റഫറിയും അർജന്റീന കൂടെ ഇല്ലെങ്കിൽ സ്പെയിൻ അടിക്കും. അതല്ലെങ്കിൽ ഒരു സംശയം ബ്രസീലാണോ? സത്യം ബ്രസീലാണ്. സെക്കൻഡ് ടീം സ്പെയിനാണ്. അത് എല്ലാവർക്കും അറിയാം. സെക്കൻഡ് ടീം സ്പെയിനാണ്. അധികം എല്ലാവരും പോർച്ചുഗൽ ആയിരിക്കും. ഞാൻ സ്പെയിനാണ് സെക്കൻഡ് ടീം. നേരത്തോടെ സ്പെയിൻ തന്നെയായിരുന്നു. ബ്രസീൽ കഴിഞ്ഞാൽ സ്പെയിൻ. അതെന്താണ് അങ്ങനെ ഒരു ഇഷ്ടം? അതങ്ങനെ ഇഷ്ടം വന്നുപോയി. അതോ അർജന്റീനയെ തൂക്കാൻ? അതല്ല, സെക്കൻഡ് ടീം സ്പെയിനാണ്. അത് എന്നെ അറിയുന്നത് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണല്ലേ? മൂപ്പര് പറഞ്ഞ ഉള്ളതാണോ അതോ? ഉള്ളതൊക്കെ തന്നെയാണല്ലേ? നിങ്ങള് ഇന്ന് ടീം ഏതാ? അർജന്റീന. എങ്ങനെയുണ്ടാവും കളി? എങ്ങനെ ഉണ്ടാവും? തൂക്കും. ഒരു സംശയം, ഉഷാറാക്ക് ചേട്ടാ. ഇന്നിപ്പോ ഫൈനലിലോട്ട് ഇറങ്ങുവാണല്ലോ, എന്താണ് നിങ്ങളുടെ പ്രതീക്ഷകൾ? മെക്സിന്റെ ടീം അർജന്റീന അടിക്കും. അത് ആ കാരണം അടിക്കുമെന്ന് പറയാൻ ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ, അവരെ ആ കളി വൺ ടച്ച് കളി, അതേമാതിരി മെക്സി അടിച്ചില്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് ടീം ജയിക്കണം എന്നുള്ള ആത്മാർത്ഥത്തോടു കൂടി ബോള് മറ്റുള്ള പ്ലേയേഴ്സിന് കൊടുക്കണത്. അതാണ് അടുപ്പിക്കും. അതാണ് മെക്സിന്റെ കഴിവ്. മെക്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ 90 മിനിറ്റ് സമനിലയായിരിക്കും. അതിന്റെ ശേഷമായിരിക്കും അർജന്റീന ജയിക്കും. ഈ അവസാന മിനിറ്റ് വരെ ടെൻഷൻ അടുപ്പിച്ചിട്ടാണല്ലോ ജയിക്കുള്ളൂ. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ അർജന്റീന അവസാന മിനിറ്റ് വരെ നമ്മൾ ടെൻഷൻ അടുപ്പിക്കുന്നു, അവസാന മിനിറ്റിൽ ജയിച്ചു വരുന്നു. ഇന്നെങ്ങനെയായിരിക്കും ഫൈനല്? ഇന്നും അങ്ങനെ തന്നെ ആയിരിക്കും. മാറ്റമൊന്നുമില്ല. നമ്മുടെ ആളുകൾ ഇങ്ങനെ ഇഷ്ടംപടി വന്നോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ എങ്ങനെയായിരുന്നു ഫൈനല്? എന്ത് സംശയം? അർജന്റീന കപ്പടിക്കും. അർജന്റീന അടിക്കും. ഒരു സംശയമില്ല. ഒരു സംശയമില്ല. ഒരിക്കലും ഇല്ല കേട്ടോ. അതൊക്കെ തികച്ചും വ്യത്യസ്തമായ അഭിപ്രായമാണ്. നമ്മൾ ഒരിക്കലും സ്പെയിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. സ്പെയിൻ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ്, സ്പെയിൻ നമ്മൾ വില കുറച്ചിട്ടോ കാണുന്നില്ല. പക്ഷേ അർജന്റീന പറഞ്ഞ ടീമിന്റെ ഇപ്പോഴത്തെ നിലവിലെ ക്വാളിറ്റി അനുസരിച്ചിട്ട് ഏത് ടീം വന്നാലും അല്ല നമ്മൾ തൂക്കിയിരിക്കും. അതൊന്നുമില്ല. അതെന്താ അറിയോ, ഇപ്പൊ നമ്മൾ ഇംഗ്ലണ്ടിനോടുള്ള ഒരു ജയം ആധികാരികമായിട്ട് പറയുകൊണ്ടാണ് തോന്നുന്നത്. അറ്റാക്കിംഗ് ഈസ് ദ ബെസ്റ്റ് ഡിഫൻഡ് എന്നുള്ളത് ടീം തിരിച്ചറിഞ്ഞ് സ്പെയിൻ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ലൂ പോയിന്റുകളും അവർ അടച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഈ സ്പെയിൻ ടീമിന് കളി പഠിപ്പിച്ചെടുത്ത ആരാ? സ്പെയിന് കളി പഠിപ്പിച്ചെടുത്ത ആശാനാരാണല്ലേ? ഇവിടെ ആശാനല്ലേ? ചരിത്രങ്ങള് മന്ത്രവാദങ്ങളും ചരിത്രങ്ങളും എല്ലാം മാറ്റിക്കുറിക്കാൻ എഴുതിപ്പെട്ട ഒരു മിശിഹുണ്ട് ഇവിടെ. അപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ അടിക്കും. പിന്നെ അത് മാത്രല്ല, ഈ വേൾഡ് കപ്പിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഈ വേൾഡ് കപ്പില് ബ്രസീൽ പോർച്ചുഗൽ ഫാൻസ് സ്വന്തം നാട്ടിൽ 7 എണ്ണം കുടുങ്ങിയിട്ട് വരെ കരഞ്ഞതിനെക്കാട്ടി കൂടുതൽ കരിച്ചിലാണ് ഈ വേൾഡ് കപ്പിൽ ബ്രസീൽ ആരാധകർ കരഞ്ഞുകൊണ്ടിരിക്കണേ. എന്നിട്ടിപ്പോ എന്താ അറിയോ? എന്നിട്ടിപ്പോ എന്താ പറയണേ? മൂപ്പരെന്താ ആയിക്കോട്ടെ, അത് ഇപ്പൊ ഇന്ന് രാവിലെ ഇവിടെ കുറെ ആൾക്കാർ ബ്രസീൽ പോർച്ചുഗൽ ഫാൻസ് തുള്ളി കളിക്കും. എന്തിനാ അറിയോ? ഗോൾഡൻ ബൂട്ട് പോയി എംബാബ ഗോളടിച്ചതിന് അവിടെ ഗോൾഡൻ ബൂട്ട് ചെയ്തറി. ഇവിടെ ഗോൾഡൻ ബോൾ ആരും ഉണ്ടോ? അതിലൊന്നും കാര്യമില്ല. എന്താണോ അതനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ പേപ്പർ നോക്കിയിട്ടോ ബുക്ക് നോക്കിയിട്ടോ അല്ല അർജന്റീനയുടെ ജയം പറയേണ്ടത്. ഒരിക്കലും എപ്പോഴും സ്പെയിൻ അതിനനുസരിച്ചിട്ടുള്ള സ്പെയിൻ ജയിക്കും. ഇന്ന് മറ്റേ മെസ്സിനെ പൊട്ടിച്ചു കെട്ടു സ്പെയിൻ. യമാന്റെ ഗോൾ ഉഷാറായിട്ട് കാണാം. നമ്മള് കളിയിലെ ഒരു മെസ്സിനെ മാത്രം നോക്കിയിട്ടല്ല, മൂന്ന് ചിമ്മിണി കളിക്കുന്ന കണക്കോ നോക്കിയിട്ടല്ല നമ്മൾ നിൽക്കണേ. പൊറാട്ടയ്ക്ക് 2 രൂപ സാലിന് വെറുതെ കൊടുത്ത സമയത്താണ് ലാസ്റ്റ് ബ്രസീൽ കപ്പടിച്ചേ. ഞാനും എന്റെ മക്കളും 4K LED ടിവിയിൽ കണ്ടതാ കഴിഞ്ഞ വേൾഡ് കപ്പ്. ഈ വേൾഡ് കപ്പും കാണും. ഞാനും എന്റെ മക്കളും ഈ 4K LED വാളിൽ കാണും. ഇത് വെല്ലിപ്പന്റെ കാലത്ത് ഇത് മൊത്തം ബ്രസീലുകാർക്കുള്ള കുത്താണല്ലോ രാവിലെ. ബ്രസീൽ അല്ല, ഇതാണ് സ്പെയിനാണ്. ഞാൻ പാരമ്പര്യം നോക്കിയിട്ട് ടീമിനെ ഓരോരുത്തര് ഇത് രാഷ്ട്രീയല്ല, കളി കാണി, കംബാക്ക് കാണി. ടിക്കിടാക്കാന്ന് പറഞ്ഞത് കൊണ്ടുവന്ന ആൾക്കാരെ സ്പെയിൻ കംബാക്കാന്നുള്ളത് കണ്ടില്ലേ? ഈ വേൾഡ് കപ്പിലെ ഓരോ നോക്കൌട്ട് മാച്ചിലെ കംബാക്ക് എന്താന്നുള്ളത് തെളിയിച്ചു കൊടുത്താണ് ടീം. ഇല്ലേ, നിങ്ങൾ കണ്ടില്ലേ? പിന്നെ കളിയുണ്ട്. വീണ്ടും തോറ്റുന്ന ഫസ്റ്റ് ഹാഫിൽ ഇന്നലെ കണ്ടതാ കളി. ഇംഗ്ലണ്ട് ആധിപത്യം കയറി. സെക്കൻഡ് ഹാഫ് കളി കണ്ട നിങ്ങള് എന്താ തിരിച്ചു വരവ്? 2 ഗോള്. റിസൾട്ട് വന്നപ്പോ 6-4 തോറ്റ്. പക്ഷെ സ്പെയിന്റെ ഫ്രാൻസ് ആരാധകനാ. അതെ ഫ്രാൻസ് ആരാധന. പക്ഷെ എന്താണെന്നറിയോ, സ്പെയിന്റെ കൂടെ
ഇതുവരെയുള്ള കളി മറന്നുപോയി അവര്. അതാണ് ഏറ്റവും വലിയ ഈ ഫ്രാൻസിന്റെ. ഇന്ന് ഫൈനലിൽ എങ്ങനെയായിരിക്കും? അത് നല്ല മത്സരമായിരിക്കും. സ്പെയിന് കൊണ്ടുപോകും. അതെന്താ സ്പെയിൻ കൊണ്ടുവന്നേ? നല്ല കളിക്കാരുണ്ട് ഇതിൽ. അർജന്റീന മോശമാണോ? അർജന്റീന മോശമല്ല, ഞാൻ പറഞ്ഞു നല്ല മത്സരമായിരിക്കും. സ്പെയിൻ കൊണ്ടുപോകും. യമാൽ അങ്ങനത്തെ കളിയാണ്. വാല്യൂ, മാർക്കറ്റ് വാല്യൂ, ടീമിന്റെ പ്ലേയേഴ്സിന്റെ അല്ല നോക്കുകയാണെങ്കിൽ സംഭവം അർജന്റീന അത്ര ഒന്നുമില്ല. ഇംഗ്ലണ്ടിന്റെ കൂടെ ആണെങ്കിലും ശരി, ഇംഗ്ലണ്ടിന്റെ അത്ര സ്പെയിനിന്റെ കൂടെ ആണെങ്കിലും ഒക്കെ ശരി, ആർക്കും ഇല്ലാത്തൊരു സംഭവം ഉണ്ട്. എന്താണ്? മെസ്സിന്റെ മാത്രല്ല, ടീമിന്റെ ഒരു ഒത്തണക്കോ. മനസ്സിലായില്ല? ടീമിന്റെ ഒരു ഒത്തണക്കോ. ബ്രസീൽ ഫാനല്ലേ ചേട്ടൻ? ഞാൻ സ്പെയിനാ. ബ്രസീലുകാരൊക്കെ കുപ്പായം മാറി സ്പെയിൻ ആയതാണോ അതോ ഒറിജിനൽ സ്പെയിൻ ആണോ? ആദ്യം സ്പെയിനാ. അന്വേഷിച്ചാൽ മൂപ്പര് ആരാന്നുള്ളേ. പാരമ്പര്യമായിട്ട് നല്ല മത്സരമായിരിക്കും. മഞ്ഞ ജേഴ്സി കാണാനാണ് ഉറപ്പിച്ചുള്ള കാര്യമാണ്. ഗംഭീരായിരിക്കും. സ്പെയിനെ കൊണ്ടുപോകും ചെയ്യും. അർജന്റീന ഇന്ന് കപ്പടിച്ച് നാളത്തെ പ്രഭാതം നീലാണ്. മെസ്സി, മിസിഹ കണ്ണീരോട് മുഖം കേൾക്കും. അർജന്റീനക്കാർ കണ്ണീരോട് മുഖം കേൾക്കും. അർജന്റീനക്കാർ കണ്ണീരോട് മുഖം കേൾക്കും. ഇപ്രാവശ്യം തീരെ കണ്ണീര് അടിച്ചില്ല. ഇപ്രാവശ്യം എന്താ അറിയോ, ഇവരെ കണ്ണീരും കൂടി ഇല്ലെങ്കിൽ ഇന്നത്തെ പവർ കട്ട് 1 മണിക്കൂറാക്കേണ്ടി വരും. പിന്നെ ഇപ്പൊ കഴിച്ചില്ല വെള്ളം കിട്ടിയെങ്ങനെ? പോർച്ചുഗൽ ബ്രസീലെ കരച്ചുകൊണ്ടാണ് ഇപ്പൊ വെള്ളം പിന്നെയും കിട്ടി. ഈ മഴക്കാലം അല്ല. അയ്യോ, അല്ലെങ്കിൽ പിന്നെ പവർ കട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ ആക്കേണ്ടി വരും. ബ്രസീല് പോർച്ചുഗൽ കരഞ്ഞിട്ട് വെള്ളം വന്നതിനെ കൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് കഴിച്ചിലായത്. അപ്പൊ അടിപൊളി. അപ്പൊ ഗംഭീരത അങ്ങേറ്റത്തുണ്ട് കേട്ടോ. അപ്പൊ അവധിക ഇതാണ് ഇവിടുത്തെ ഒരു ഫുട്ബോൾ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഒരു മിനിറ്റ് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളിലേക്ക് മാറിയിരിക്കുന്നുണ്ട്. ഞാൻ അവരുടെ അടുത്തോടുകൂടി ഒന്ന് പോയിക്കോട്ടെ. എന്താണ് അവർക്ക് പറയാനുള്ളത് കേൾക്കണമല്ലോ. തോക്കോ? അർജന്റീന എന്തായാലും തോക്കും. കമ്മിറ്റി ടീമല്ലോ. ഒരു കമ്മിറ്റി ടീമാ? പിന്നെ നമ്മൾ ബെൽജിയം. പിന്നെ എന്താ ചോദിക്കാൻ? ബെൽജിയം അല്ലേ? കമ്മിറ്റി ടീമാണ്. പഴയ ബ്രസീലല്ലേ? അപ്പോൾ ഇതാണ് കേട്ടോ കഥ. കളിക്കുന്ന ടീമിന് സപ്പോർട്ട് എപ്പോഴും. ഇന്നത്തെ ഫൈനൽ എങ്ങനെ ഉണ്ടാവും? ഇന്നത്തെ ഫൈനൽ കളിക്കുകയാണെങ്കിൽ അർജന്റീന കളിക്കുകയാണെങ്കിൽ നല്ല കളി, അല്ലെങ്കിൽ പഴയ കളി നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ സ്പെയിൻ ജയിക്കും. എംപയർ നല്ല രീതിയിൽ കളി നിയന്ത്രിക്കുകയാണെങ്കിൽ സ്പെയിൻ ജയിക്കും. അതിനോട് നിങ്ങൾക്ക് കുത്തെല്ലാം വന്നോണ്ടിരിക്കുന്നത്. ഞാൻ പഴയ കുറെ ബ്രസീൽ ഫാൻസിനെ കണ്ട ആ സന്തോഷത്തിന് മനുവിന്റെ മുഖത്ത് അർജന്റീനയുടെ കളിയിൽ മാത്രം ചെക്ക് ചെയ്തെന്താ? അർജന്റീന ഗോൾ അടിക്കാൻ മാത്രം വാർ ചെക്ക് ചെയ്യാത്തെന്താ? ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. എല്ലാം മാർക്കറ്റിംഗ് ആയി. ഫുട്ബോളൊക്കെ മാർക്കറ്റിംഗ് ലെവലിലേക്ക് പോയി. മെസ്സിക്ക് പെനാൽറ്റി കിട്ടും. ബോക്സിൽ എവിടെയെങ്കിലും വീണാൽ മതി. മെസ്സിക്ക് ഒരു പെനാൽറ്റി ഉറപ്പാ. മാർക്കറ്റിംഗ് ലെവലിലേക്ക് പോയി ഫുട്ബോൾ. ആകെ തീരുമാനിച്ചു വെക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും ആവേശത്തിന് ഒരു കുറവല്ലോ കേട്ടോ. കോഴിക്കോട് ഇങ്ങനെ ആഘോഷിക്കുകയാണ്, മലബാർ ആഘോഷിക്കുകയാണ്. അപ്പോൾ അർജന്റീനയും ബ്രസീലും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. ഗ്രൗണ്ടിൽ ഒരു ഗോളിന്റെ കിടിലൻ ഷോട്ടായിരുന്നു. അപ്പൊ ഇത് തന്നെയാണ് രാവിലത്തെ ഒരു ആവേശം എന്ന് പറയുന്നത്. അവന്തിക കാണുന്നില്ലേ മലബാറിന്റെ ഫുട്ബോൾ? കാണുന്നുണ്ട്. മനുവിന് അവിടെ ആരോ കൊട്ടേഷൻ കൊടുത്തതുപോലെ ഉണ്ട്. ബ്രസീൽ ഫാൻസ് അവിടെ ഒരുപാടുണ്ട്. ഒരുപാടുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ടീം തോറ്റുപോയില്ലേ. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് കുറെ പേരെ ഇവിടെ വിളിച്ച് അറേഞ്ച് ചെയ്തിരുന്നു തോന്നുന്നു. അപ്പൊ നമുക്ക് കാണാൻ വന്നിരിക്കാം. താങ്ക് യു. ഓക്കെ ശരി. മനുവും അരുണുമാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇന്ന് 19-കാരനും 39-കാരനും നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ ആര് കപ്പടിക്കുമെന്ന് കാണാനാണ് പ്രേക്ഷകർ ആകാംക്ഷയോടെ നോക്കുന്നത്.